ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ് പാതി വഴിയിൽ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു. ബസ്സിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ബംഗളൂരു മൈസൂരു ഹൈവേയിൽ നിർത്തിയിട്ടു. പകരം സംവിധാനം ഒരുക്കി നൽകാതെ ബസ് ഉടമകൾ യാത്രക്കാർക്ക് തുക മടക്കി നൽകി. ചില പ്രതികരണങ്ങളും ചില ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്, കേൾക്കാം. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിൽ പെരുവഴിയിൽ ആരുടെ റെസ്പോൺസ് ഇല്ല. മാനേജറെ വിളിച്ചു, ഓണറെ വിളിച്ചു, രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ജോലിക്കാരാണെങ്കിൽ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ ഇപ്പോൾ ഇൻഫോം ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. എങ്ങനെ ഇവർ ബസ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നില്ല? നോർമലി അങ്ങനെ ചെയ്യേണ്ടതാണ്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഹൈവേ സ്റ്റാർട്ടിങ്, അപ്പോൾ എന്തായാലും ഇവിടുന്ന് വേറെ ബസ് കിട്ടില്ല. കൂടുതലും 3 നോൺ സ്റ്റോപ്പ് ബസ്സാണ്. എനിക്ക് 5:30 ലോഗിൻ അവർക്ക്, അതുകൊണ്ടാണ് രാവിലത്തെ ബസ് ബുക്ക് ചെയ്തത്. ഇപ്പം എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനും ഇല്ല, അവരൊന്നും അറേഞ്ച് ചെയ്യുന്നില്ല. കെ പി ശ്രീധരൻ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീധരൻ, സെർവോസോണിക്കിന്റെ ബസ്സാണ്, നല്ല രീതിയിൽ ടിക്കറ്റിന് പൈസ ഈടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ പകരം ഒരു സംവിധാനം എന്തുകൊണ്ടാണ് ഒരുക്കി നൽകാത്തത്? ആര്യ, ഇത് സംബന്ധിച്ച് ബസ് ഉടമകളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്ന ഒരു മറുപടി, പകരം ബസ് ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ കൂടുതൽ ബസ്സുകളും രാത്രി സർവീസ് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബസ് അറേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇവരുടെ തന്നെ മറ്റൊരു ബസ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബസ്സും ഏർപ്പെടുത്താനാവില്ല. ഏതായാലും യാത്രക്കാർക്ക് ഉടൻ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് പോകുന്നതിന് വേണ്ടി തുക ഉടൻ തന്നെ റീഫണ്ട് നൽകിയിട്ടുണ്ട് എന്നാണ് ഉടമ നൽകുന്ന മറുപടി. പക്ഷേ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണമല്ല. ഇപ്പോൾ പെരുവഴിയിൽ, ഈ പൊരുവെയിലത്ത് പെരുവഴിയിൽ നിൽക്കുകയാണ് ഈ യാത്രക്കാരെല്ലാം. ഏതാണ്ട് 18 യാത്രക്കാരാണ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ റോഡരികിൽ, അതായത് എക്സ്പ്രസ് ഹൈവേ തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചാണ് ബസ്സിന് സെൻസർ തകരാറുണ്ടാകുന്നത്. അവിടെ ഇപ്പോൾ ലഗേജൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നത്. അതിൽ ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. ഇതുവരെ മറ്റൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. പകരം ബസ്